പ്രേക്ഷകർ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. മഹേഷ് സ്നേഹാലയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. 58 വയസ്സുള്ള രവിചന്ദ്രൻ എന്ന ഒരു അച്ഛൻ്റെ വീഡിയോസുമായാണ് പ്രേക്ഷകർ മുമ്പിലെത്തുന്നത്. അച്ഛൻ വർഷങ്ങളായി ഒരു പൊതുപ്രവർത്തകനായിരുന്നു. നിരവധി ആളുകൾക്കുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അറിഞ്ഞു പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം. ഒരു ചെറിയൊരു ജീവിതം എന്ന് പറഞ്ഞാൽ താൽക്കാലികം കൂടിയ ഒരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ജീവിച്ചു. കുറച്ച് 3 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. തറവാട്ടിൽ നിന്ന് കിട്ടിയ ചെറിയൊരു സ്ഥലം വിറ്റു കണ്ണുകളൊക്കെ ചികിത്സിച്ചെങ്കിലും അത് പ്രതിഫലം കിട്ടിയില്ല. ലാസ്റ്റ് അവർ മക്കളും ആ ഒരു മകളും ആ ഭാര്യയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ഒരാഴ്ചയോളമായി അദ്ദേഹം എങ്ങോളമില്ലാണ്ട് അലയുന്നൊരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ എത്തിയത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂട്ടിപ്പിടിക്കുന്ന ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മളോടൊപ്പം കൂടുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഒരു മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മൂലം നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ നമ്മളെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവരുടെ പിന്നിലേക്ക് നമ്മൾ ഓടിയാലും എത്തില്ല. പക്ഷേ കൂട്ടിപ്പിടിക്കുന്നവർ കൈവിടാണ്ട് ഈ മഹാനായ വ്യക്തിയെ കൈവിട്ടതിൽ ദുഃഖമുണ്ട്. കാരണം അദ്ദേഹം ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിവരങ്ങളും വിശേഷങ്ങളും നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താണ് പേര്? എൻ്റെ പേര് രവിചന്ദ്രൻ. എത്ര വയസ്സുണ്ട്? 58 വയസ്സുണ്ട് അല്ലേ? എന്തായിരുന്നു അച്ഛൻ്റെ ജോലി അല്ലെങ്കിൽ എന്തായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു? ഏത് പ്രവർത്തകനായിരുന്നു? രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഏത് പാർട്ടിയാണ്? കോൺഗ്രസിൻ്റെ ആയിരുന്നു. ഇവിടുത്തെ ആരായിരുന്നു? ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ചികിത്സാ സൗകര്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വീടുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അച്ഛന് വീടുമില്ല, കടപ്പാടും നമുക്ക് ഒന്നുമില്ലാത്ത എന്നല്ലേ? എല്ലാം മക്കളും കുടുംബമൊക്കെ കൈവിട്ടു. ജന്മം കൊടുത്തില്ലെങ്കിലും നമ്മൾ ജീവിതം കൊടുക്കുന്ന ചില ബന്ധങ്ങളുണ്ടാവും. ജന്മത്തിനേക്കാളും വലുത് നമ്മുടെ ജീവിതം കൊടുക്കുന്ന ഒരു ബന്ധമാണ് വലുത് അല്ലേ? അത് കൈവിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം വലുതല്ലേ? അപ്പം അതൊന്നും കാര്യമാക്കണ്ട. കാരണം നന്മകൾ എവിടെയെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനെത്തും അല്ലേ? ഇപ്പം എന്താണ് ഈ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് എത്ര വർഷമായി? 4 കൊല്ലമായി. അതിന് മുമ്പ് അച്ഛന് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ച പോയാൽ ഭയങ്കര നിരാശയാണ് അല്ലേ? തീർച്ചയായിട്ടും. പ്രായം അത്ര വലുതായില്ലെങ്കിലും അല്ലേ? എന്താ ചെയ്യാ അല്ലേ? ഇനിയിപ്പം വീട്ടില് ബന്ധുക്കളോ കല്യാണം കഴിച്ച് പിന്നെ വേറെ മക്കള് ബന്ധത്തിലുള്ള ഇവര് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ആരും ഇല്ല. ശരി. അപ്പൊ ഈ അനാഥ മന്ദിരത്തിലേക്ക് വരുന്നതില് സന്തോഷം ആണോ? തീർച്ചയായിട്ടും അല്ലേ? ആരും ഇല്ലാണ്ട് വേറെ വഴികളല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലേ? അതിൽ പ്രതീക്ഷിച്ചിട്ട് വരുന്നുണ്ട് ആണല്ലേ? ഇനി സങ്കടപ്പെടുവൊന്നും വേണ്ട, നമുക്ക് എന്നൊരു വഴി നോക്കാം അല്ലേ? അപ്പൊ ഈ സുഹൃത്തിനെ കുറച്ച് കാലം കൊണ്ട് അറിയാവുന്നതാണ്. ചങ്ങാതിയായിരുന്നു അല്ലേ? എന്താണ് ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതേ പറയാനുള്ളൂ. അതെ, ഒരുപാട് ആൾക്കാർക്ക് കയ്യും മെയ്യും മറന്ന് രാത്രിയില്ല പകലില്ല ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നുപോയി. ദുഃഖമുണ്ട് അല്ലേ? എന്താ ചെയ്യല്ലേ? മറ്റവര് അവര് പൂർണ്ണമായിട്ടും കൈ ഒഴിഞ്ഞു. എല്ലാവരും കൈ ഒഴിഞ്ഞു. ഇനി വേറെ മാർഗമില്ല. ഇല്ല, വേറൊരു മാർഗമില്ല. പ്രേക്ഷകരെ കണ്ടല്ലോ, ഇതേപോലുള്ള മനസ്കര തേടിയെത്തുന്ന നമുക്ക് കാണുമ്പം നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കേൾക്കുമ്പം കേൾക്കില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഒറ്റപ്പെടുന്ന മനുഷ്യരെയും സ്നേഹിക്കാൻ ഒരേ മനുഷ്യർക്കും അതിനുള്ള കഴിവുണ്ടാവണം. കാരണം ജീവിതം ഷോർട്ട് ടൈമാണ്. ആ ടൈമിൽ ജീവിതം എപ്പം നഷ്ടപ്പെടുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഉള്ളവരൊക്കെ നഷ്ടപ്പെടും, ഇല്ലാത്തവരുണ്ടാവുമെങ്കിലും ജീവിതത്തിൽ കൂട്ടിപ്പിടിക്കുന്നവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. വലിയൊരു പൊട്ടുവെച്ചെന്നോ വലിയൊരു താലി കെട്ടിയെന്നോ അല്ലെങ്കിൽ ഞാൻ താലി കെട്ടി എന്ന് പറയുന്ന അവകാശം പറയുന്നതല്ല ജീവിതം. കാരണം അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ നിറവേറ്റുന്നവരാണ് മനുഷ്യർ. ഞാൻ കൂടുതൽ ഇതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ കാഴ്ചയില്ലാത്ത ഈ നന്മയുള്ള ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിന് വേണ്ടിയിട്ട് ജീവിച്ച ഈ മഹാവ്യക്തി ഒറ്റപ്പെട്ടപ്പോൾ തീരാത്ത സങ്കടമുണ്ട്. എന്തായാലും സ്നേഹഭവനത്തിലേക്ക്, അതായത് വടക്കഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹഭവനം എന്ന വൃദ്ധ സദനത്തിലേക്ക് നമ്മുടെ ഏട്ടനെ കൂട്ടിയിട്ട് പോവുകയാണ്. പ്രേക്ഷകരെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും അടുത്ത വീഡിയോസുമായി ഉടൻ വരും. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി.